ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമ്മൾ ചാപ്റ്റർ 9 1-37 കഴിഞ്ഞ ദിവസങ്ങൾ നോക്കി. ഇന്ന് നമുക്ക് ചാപ്റ്റർ 9-38, 9 ഒരു വാക്യമുള്ളൂ, 38 പിന്നെ നമ്മൾ ചാപ്റ്റർ 10 അത് 1 തൊട്ട് 39 വരെ നമുക്ക് ഇന്ന് നോക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. വചനം കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ. അങ്ങയുടെ വചനമാണല്ലോ, ഹൃദയത്തെ തുറക്കണേ, പരിശുദ്ധാത്മാവ് സഹായിക്കണേ. മഹത്വം അങ്ങയ്ക്ക് മാത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. നമ്മൾ ചാപ്റ്റർ 90 ആ ലാസ്റ്റ് 37 വരെ നോക്കിയ സമയത്ത് നമ്മൾക്ക് മനസ്സിലായി, അത് 9-38 ആദ്യം നോക്കി അതിലെഴുതിയിരിക്കുന്ന ഇൻ വ്യൂ ഓഫ് ഓൾ ദീസ്. അത് കാരണം, ഏത് കാരണമാണ്? കാരണം അത് ചാപ്റ്റർ 9 മുമ്പിൽ നമ്മൾ വായിച്ചത്. ഏത് കാരണം? അവർക്ക് രൂപാന്തരം ഉണ്ടായി. അവർ ദൈവവചനം കേട്ടപ്പോൾ, കൽപ്പനകൾ കേട്ടപ്പോൾ അവർക്കുണ്ടായ രൂപാന്തരങ്ങൾ. അവരെ തന്നെ സറണ്ടർ ചെയ്തു, അവരവിടെ ഉപവസിച്ചു, അവരെ തന്നെ താഴ്ത്തി, അവർ കൺഫെസ് ചെയ്തു. അവരുടെ ഇപ്പോഴത്തെ സിന്നും പിതാക്കന്മാരുടെ സിന്നും അവർ ദൈവത്തെ പുകഴ്ത്തി, ദൈവത്തിൻ്റെ ആ ഫെയ്ത്ത്ഫുൾനെസ്, ദൈവത്തിൻ്റെ കൈൻഡ്നെസ്, ദൈവം അവരെ കനാൻ്റെ പുറത്തും കനാൻ്റെ അകത്തും ഈജിപ്തിലും നടത്തിയ വിധങ്ങളെക്കുറിച്ച് അവർ ദൈവത്തെ സ്തുതിച്ചു. അവരുടെ തെറ്റുകൾ അവർക്ക് ബോധ്യമായി മാത്രമല്ല, അവർ തെറ്റുകൾ അവർ ഏറ്റു പറയുന്നു. എന്നിട്ട് അവർക്ക് മനസ്സിലായി ദൈവം മാത്രം എല്ലാ മഹത്വത്തിനും, എല്ലാ പുകഴ്ചയ്ക്കും, എല്ലാ ആരാധനയ്ക്കും, എല്ലാത്തിനുമായി ദൈവം മാത്രം, ഹി അലോൺ ഈസ് വേർതി എന്ന് മനസ്സിലായി. അവിടെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇനി നമ്മൾ 9-38 വരുമ്പോൾ അവിടെ ഒരു അഗ്രിമെൻറ്റ്, അവരൊരു പ്രോമിസ് അവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് അത് മാത്രം 9-38 ഒന്ന് വായിക്കാം. ഇൻ വ്യൂ ഓഫ് ഓൾ ദിസ് വി ആർ മേക്കിംഗ് എ ബൈൻഡിങ് അഗ്രിമെൻറ്റ്. ബൈൻഡിങ് അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോളം പ്രോമിസ്. ഒരിക്കലും അത് പൊട്ടിക്കത്തില്ല, ഒരിക്കലും ഞങ്ങളത് ബ്രേക്ക് ചെയ്യത്തില്ലെന്നുള്ളൊരു അഗ്രിമെൻറ്റ് അവിടെ വെക്കുന്നുണ്ട്. അത് എഴുതി വെക്കുന്നുണ്ട്. അത് എഴുതി വെച്ചേച്ച് അവരുടെ ലീഡേഴ്സും അവർ ലേവ്യരും അവരുടെ പുരോഹിതന്മാരും അത് സീൽ ചെയ്യുന്നുണ്ട്. അന്നേരം ഓർത്ത് വയ്ക്കുക, അതെന്തോ നമ്മൾ പറഞ്ഞ ഒരു പക്ക അഗ്രിമെൻറ്റ്. അത് ആർക്കും അത് മാറ്റാൻ പറ്റില്ല, കാരണം അവരുടെ സീൽ ചെയ്തു. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആ സീൽ ചെയ്ത് അവരെന്തോ അഗ്രിമെൻറ്റ്, അവരവരുടെ പഴയ ജീവിതത്തിൽ, ആ പാപം ഉള്ള പഴയ ജീവിതത്തിൽ നിന്ന് അവർ പുതിയൊരു ജീവിതത്തിലേക്ക് വരിക, ന്യായപ്രമാണം അനുസരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരുമെന്ന് അവരോട് ഒരു പ്രോമിസ് ചെയ്ത് ആ പ്രോമിസിനെ അവരവിടെ സീൽ ചെയ്യുക. ആ സീൽ ചെയ്യുന്ന ആരൊക്കെ അവിടെ സീൽ ചെയ്യുന്നതാണ് ഇനി ചാപ്റ്റർ 10 താഴോട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ കുറേ പേരുകൾ നമ്മൾ കാണാം. പക്ഷേ നമ്മൾ ഈ നെഹമ്യയിൽ ഒത്തിരി പേരുകളുള്ളൊരു ചാപ്റ്റർ. പക്ഷേ നമുക്കറിയാം ദൈവം ഹി ഓണേഴ്സ് എവ്രി വൺ. ഗോഡ് ഈസ് എ റെക്കോർഡർ ഓഫ് നെയിംസ്. ആരൊക്കെ ദൈവസന്നിധിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ പേര് ദൈവം ഈ വചനത്തിൽ എഴുതിയെങ്കിൽ ഇന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നവർ, ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവം നമ്മുടെ പേര് എവിടെ എഴുതിയിരിക്കുന്ന ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസം, ആ ഒരു പ്രത്യാശയോട് നമുക്ക് ഓരോ ദിവസവും കർത്താവിനെ ആശ്രയിച്ച് ജീവിപ്പാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇനി നമ്മൾ ചാപ്റ്റർ 10 അവർ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അതിൽ 10:1 നോക്കുമ്പോൾ ആരാണ് ആദ്യം സൈൻ ചെയ്തത്? നെഹമ്യ. അത് കഴിഞ്ഞ് നെഹമ്യ, അത് ചാപ്റ്റർ 10:1 2-8 വരെ പുരോഹിതന്മാർ, പ്രീസ്റ്റ്, 9-13 വരെ ലേവിയർ, പിന്നെ 14-27 വരെ അവിടുത്തെ സിവിൽ ലീഡേഴ്സ്. പിന്നെ താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ 28-29 വരെ ഓൾ ദ കോമൺ പീപ്പിൾ വെർ ബൗണ്ട് ബൈ ദ കവനൻറ്റ്, അല്ലെ ഡോക്യുമെൻറ്റ്, അല്ലെ അഗ്രിമെൻറ്റ്. എന്തിനായിരുന്നു? ടു ഒബേ ദ ഗോഡ്സ് ലോ. എല്ലാവരും, അത് നെഹമ്യ തൊട്ട് അവിടുത്തെ പുരോഹിതന്മാർ തൊട്ട് അവിടുത്തെ കോമൺ ആളുകൾ എല്ലാവരും അതേ സൈൻ ചെയ്തു അവരെന്തോ അതിൽ പ്രോമിസ് ചെയ്ത് ഞങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കും. അതിന് 28 തൊട്ട് നമ്മൾ താഴോട്ട് വെക്കും പറയാം എല്ലാ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ, എല്ലാ ആളുകളും അവിടെ പറയുന്നുണ്ട്. പ്രീസ്റ്റും ലേവിയരും എല്ലാവരെയും കുറിച്ച് പറയുന്നുണ്ട്. അവരെല്ലാം സെപ്പറേറ്റ് ചെയ്തു. കാരണം ദൈവജനം എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റഡ്, നമുക്ക് ലോകപ്രകാരം പോകാൻ നമുക്ക് അനുവാദമില്ല. നമ്മളൊരു സെറ്റ് അപ്പാർട്ട്. കാരണം ഗോഡ് ഈസ് ഹോലി, സോ വി ഷുഡ് ബി ഹോലി. ദൈവം വിശുദ്ധനായിട്ട് നമ്മളും വിശുദ്ധിയോട് ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ലോകക്കാരെ പോലെ, ലോകത്തിൻ്റെ നടപ്പ് പോലെ ലോകക്കാരെ സ്നേഹിക്കണം. പക്ഷേ ലോകത്തിൻ്റെ നടപ്പ് പോലെ നമുക്ക് നടക്കാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ കൽപ്പനയിൽ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ 29 നമ്മൾ കാണും, അവരവരുടെ എല്ലാ ബ്രദേഴ്സും അവിടുത്തെ എല്ലാ ആളുകളെയും അവരുടെ കൂടെ അവരൊരു ബൈൻഡ് ചെയ്തു, അവർ പ്രോമിസ് ചെയ്തു. അതൊരു കേഴ്സും ഒരു ഓത്തും. കേഴ്സ് വെച്ചാൽ ഞങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ശാപം വരട്ടെ, അവരുടെ വാങ്ങുകൊണ്ട് തന്നെ പറഞ്ഞു. പക്ഷെ നമുക്കറിയാം ഓടി ആ ശാപം അവർക്ക് തന്നെ ഏറ്റു. അതുകൊണ്ട് നമ്മുടെ വായിൽ നമ്മൾ എന്തോ പറയണം, നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം, അല്ലയോ? നമ്മുടെ വായിൽ ജീവനുണ്ട്. ദ ടങ് ഹാസ് എ പവർ ഓഫ് ഡെത്ത് ആൻഡ് ലൈഫ്. അതുകൊണ്ട് നമ്മൾ എന്തോ പറഞ്ഞാലും നമ്മൾ ഒത്തിരി സൂക്ഷിച്ച് പറയണം. കാരണം ഇവർ ശാപം വരട്ടെന്ന് പറഞ്ഞു, അവർക്കും അവരുടെ മക്കൾക്കും കൂടി ശാപം വന്നെന്ന് നമുക്കറിയാം.
അങ്ങനെ അവർ ന്യായപ്രമാണത്തിൽ എഴുതി എല്ലാം ഒബേ ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടു. അങ്ങനെ അവർ അവർ അഗ്രിമെൻറ്റ് ചെയ്ത്, അത് എന്തോ അഗ്രിമെൻ്റാണ്, അതാണ് 30 തൊട്ട് നമ്മൾ താഴെ 39 വരെ കാണുന്നത്. അവിടെ ഒരു 7 ഫോൾഡ് അഗ്രിമെൻറ്റ്, അല്ല ഒരു 7 കാര്യങ്ങളാണ് അവിടെ അവർ ആ അഗ്രിമെൻറ്റിൽ അവർ സമ്മതിച്ചത്, അവർ സൈൻ ചെയ്ത്. എന്തുവാ ആദ്യം നമ്മൾ കാണുന്നത്, അവർ ഒരു ഇൻ്റർ കാസ്റ്റ് മാരേജ് ചെയ്യത്തില്ല. കാരണം ഇവർ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ ജനം മറ്റേ ജാതികളെ വിവാഹം കഴിക്കരുതെന്ന് അതൊരു സ്ട്രിക്റ്റ് റൂൾ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. എക്സോഡസ് 34 നമ്മൾ വായിച്ചത്. കാരണം അങ്ങനെ ചെയ്യരുത്. കാരണം ദൈവത്തിൻ്റെ ജനം മറ്റേ ജനത്തോട് മിക്സായി കഴിഞ്ഞാൽ അവർ ആ വിശുദ്ധി നഷ്ടപ്പെടും. നമുക്കറിയാം ശലോമോൻ ഏറ്റവും ഒരു വിസ്ഡം വൈസായിട്ടുള്ള രാജാവ്. പക്ഷേ ശലോമോന് വന്ന തകർച്ച എന്തുമായിരുന്നു? ശലോമോൻ ഒത്തിരി ഭാര്യമാരെ, മറ്റേ ജാതിയിൽ ഭാര്യമാരെ എടുത്തു. അത് ശലോമോൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി. പിന്നെ ആദ്യം ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്യരുത്. രണ്ടാമത് അവർക്ക് ശബത്ത് അവരെ ആചരിക്കണം. അതും പഴയ നിയമത്തിൻ്റെ ഒരു കൽപ്പനയായിരുന്നു, ശബത്ത് ആചരിക്കണം. പക്ഷേ ഇന്ന് നമുക്കറിയാം നമ്മുടെ ശബത്ത് ക്രിസ്തുവാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി ശബത്തെല്ലാം ആചരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പഴയ നിയമത്തിൻ്റെ അഗ്രിമെൻ്റ് ആയിട്ട് അത് മാത്രം നമുക്ക് നോക്കാം. അന്നേരം നോ ഇൻ്റർകാസ്റ്റ് മാരേജ്, യു ഷുഡ് ഓണർ ദ സാബത്ത്, ദെൻ ഒബ്സർവ് ദ സബറ്റിക്കൽ ഇയർ. 7 വർഷം കഴിഞ്ഞുള്ള ആ ഒരു സബറ്റിക്കൽ ഇയർ, അത് പഴയ നിയമത്തിലെല്ലാം എഴുതി നമ്മൾ വായിക്കുന്ന, ലേവ്യയിലൊക്കെ വായിക്കുന്ന, അന്ന് എല്ലാ ഡെപ്റ്റും ആരുടെയെല്ലാം ഡെപ്റ്റുണ്ട്, കടമെല്ലാം നമ്മളത് വീട്ടിൽ കൊടുക്കണം. ആ സബറ്റിക്കൽ ഇയർ ഒബ്സർവ് ചെയ്യണം. പിന്നെ ടെമ്പിൾ ടാക്സ് പേ ചെയ്യണം. പിന്നെ മെയിൻ്റെനൻസ് ഫോർ ദ ആൻഡ് റിച്വൽസ്, അവിടെ എന്തൊക്കെ റിച്വൽസ് ഉണ്ട്, അവരുടെ ടെമ്പിളിൽ എന്തൊക്കെ അവർക്ക് ഓഫറിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. ആ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുക്കണം. പിന്നെ ഫസ്റ്റ് ബോൺ ആൻഡ് ഫസ്റ്റ് ഫ്രൂട്ടിൻ്റെ ഓഫറിങ് കൊടുക്കണം. പിന്നെ ടൈത്ത്, അവിടെ ദശാംശം അവിടെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ടെമ്പിൾ ഓഫ് ദ ലോർഡിനെ, അത് 10:39 ലാസ്റ്റ് കാണുന്ന ദ ടെമ്പിൾ ഓഫ് ദ ലോർഡിനെ അവർ ഫോർസേക്ക് ചെയ്യരുത്. ദൈവത്തിൻ്റെ ആലയത്തെ അവർ ഫോർസേക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രി ആസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ് ഷുഡ് ബി അണ്ടർ ദി അതോറിറ്റി ഓഫ് ഗോഡ്. ഇതിൽ വിവാഹമുണ്ട്, ടെമ്പിളുണ്ട്, അവിടെ ടൈത്ത് ഉണ്ട്, അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഈ 7 ഫോൾഡ് അഗ്രിമെൻറ്റിൽ എല്ലാ കാര്യവും ഉൾപ്പെട്ടു. അന്നേരം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാം ദൈവത്തിൻ്റെ അതോറിറ്റിയിലുള്ള നമ്മുടെ ലൈഫ്, നമ്മുടെ മക്കളുടെ ലൈഫ്, നമ്മുടെ ഫിനാൻസസ്, നമ്മുടെ ഹെൽത്ത് എല്ലാം ദൈവത്തിനുള്ള. അന്നേരം നമ്മൾ ഒരു അഗ്രിമെൻറ്റ് ചെയ്യുന്ന എന്തുവാ? ദൈവമേ, ഇതെല്ലാം എൻ്റെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ എന്നെയും എനിക്കുള്ളതിനെ എല്ലാം ഞാൻ കർത്താവിനായി സമർപ്പിക്കുന്നു. കർത്താവ് അതിനെ കാക്കണമേ. അതിൻ്റെ ലാസ്റ്റ് 10:39 പറയുന്നത്, വി വിൽ നോട്ട് നെഗ്ലെക്ട് ദ ഹൗസ് ഓഫ് അവർ ഗോഡ്. നമുക്കറിയാം വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗോഡ്, അല്ലയോ? കൊരിന്ത്യർ 3:16 എഴുതിയിട്ടുണ്ട്, നമ്മളാണ് ദൈവത്തിൻ്റെ ആലയം. അന്നേരം നമ്മളെ നെഗ്ലെക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു അനുവാദവുമില്ല. നമ്മുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാം, നമ്മളൊരു സ്റ്റുവേർഡ്സ്, നമ്മൾ ഈ സ്റ്റുവേർഡ് മാത്രമാണ് നമുക്കുള്ളത് എല്ലാത്തിനും. അത് നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു? ഒടിയും നമുക്ക് കേൾക്കാൻ പറ്റും. ദൈവം നമ്മളെ ആ ദിവസം പറയും ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻ്റ് എന്ന്. ആ ഒരു സ്റ്റുവേർഡ്ഷിപ്പിൻ്റെ റിവാർഡ് അന്ന് കിട്ടുന്നു. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്താലും, നമ്മൾ പറഞ്ഞാലും, വാട്ട് എവർ യു ഡു ഇൻ വേർഡ്സ് ഓർ ഡീഡ്സ്, എവറിത്തിങ് ഷുഡ് ബി ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, അല്ലയോ? അതാണ് നമ്മൾ ഇവിടെ ചാപ്റ്റർ 10 ആ ലാസ്റ്റ് വരെ ആ 7 ഫോൾഡ് അഗ്രിമെൻറ്റ് നമ്മൾ കണ്ടു. പക്ഷേ ഈ ഇത്രയും അഗ്രിമെൻറ്റ് അവർ ചെയ്തു. എല്ലാ ആളുകളും, പുരോഹിതൻ തൊട്ട് നെഹമ്യ തൊട്ട് ഇവരെല്ലാം അതിനെ സൈൻ ചെയ്തു. അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഭയങ്കര രൂപാന്തരം വന്നു, മാനസാന്തരം വന്നു, അവർ കരഞ്ഞു, അവർ ദൈവത്തെ സ്തുതിച്ചെല്ലാം ചെയ്തു. പക്ഷേ അവർക്ക് ഈ പ്രോമിസ് അവർക്ക് വെക്കാൻ പറ്റിയോ? 10:39 വി വിൽ നോട്ട് നെഗ്ലെക്ട് ദ ഹൗസ് ഓഫ് അവർ ഗോഡ് അവർ പറഞ്ഞു. എങ്കിലും ഇനി 13 ചാപ്റ്റർ 13:11 13:11 എടുത്ത് വായിച്ച് അതിലെന്തോ എഴുതിയിരിക്കുന്നത്, അവർ ആ ദൈവത്തിൻ്റെ ആലയത്തെ അവർ നെഗ്ലെക്റ്റ് ചെയ്തു. എന്ത് പെട്ടെന്ന് അവരുടെ പ്രോമിസിനെ ബ്രേക്ക് ചെയ്തു. ഇതെന്തുവാ നമുക്കൊരു പാഠം? ഇനി ടേക്ക് അവേ എന്തുവാ? ഇത് കൂടെ നമുക്ക് എന്തോ മനസ്സിലാകാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ പ്രവൃത്തിയാൽ നമുക്കൊരിക്കലും സാധിക്കത്തില്ല. നമ്മുടെ ഈ ശരീരം നമ്മുടെ പാപത്തിലുള്ള ശരീരമാണ്. ഈ ജഡം പാപത്തിലുള്ളതാണ്, ആദാമിലുള്ള പാപത്തിലുള്ള ശരീരമാണ്. ഈ ശരീരത്തിൽ കൂടെ നമ്മൾ എത്ര പ്രവൃത്തി ചെയ്താലും, എത്ര ആചാരങ്ങൾ ചെയ്താലും, എത്ര പഴയ നിയമം കൽപ്പനകൾ വെച്ചാലും നമുക്ക് നമ്മളെ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പ്രോമിസ് ചെയ്ത് നാളെ നമ്മളതങ്ങ് വിട്ടുപോകും. കാരണം നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവും ശരീരവും അതുപോലെ ദൈവം നമ്മളെ ഒന്നിച്ചാക്കി. ആ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാതെ അത് സാധ്യമല്ല. അതാണ് നമുക്ക് റോമർ 7 ആ ലാസ്റ്റ് വരുമ്പോൾ
അവിടെ പൗലോസ് പറയുന്നുണ്ട്, ഇതാ ഐ ഫൈൻഡ് ദിസ് ലോ അറ്റ് വർക്ക്. എന്തിന് ലോയ? നമ്മുടെ ആത്മാവും ജഡവും ആത്മാവിലുള്ള അവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഞാൻ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് നടക്കുന്നില്ല. ആത്മാവ് നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ജഡം അവിടെ എതിർക്കുന്നു. അതിൻ്റെ ആ റോമർ 7 ലാസ്റ്റ് പറയുന്നത്, വാട്ട് എ റിച്ചഡ് മാൻ ഐ ആം, ഹൂ വിൽ റെസ്ക്യൂ മീ ഫ്രം ദിസ് ബോഡി ഓഫ് ഡെത്ത്, താങ്ക്സ് ബി ടു ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്. അന്നേരം അയ്യോ ഞാനൊരു അരിഷ്ട പാപി അല്ല അരിഷ്ട മനുഷ്യൻ, ആരെന്നെ ഇതിൽ നിന്ന് വിടുവിക്കും? കാരണം ഞാൻ നന്മ ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ തിന്മയാണ് ചെയ്യുന്നത്. ഞാൻ തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എന്നാലും എനിക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഈ ആദമിൽ നിന്നുള്ള ശരീരമാണ്. നമുക്കൊരു വീണ്ടെടുപ്പില്ലാതെ, നമുക്കൊരു രൂപാന്തരം വരാതെ ഇത് നമുക്ക് സാധ്യമല്ല. അതാണ് ജെറമയ ചാപ്റ്റർ 31-33 തൊട്ട് ഈ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എല്ലാം ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കണം എന്നാണ്. പക്ഷേ ദൈവം ഓരോ സമയത്ത് ഓരോ പുസ്തകത്തിലും നമുക്കറിയാം, ഉൽപ്പത്തി തൊട്ട് നമുക്കറിയാം ദൈവം ആ പുതിയ കവനൻറ്റിനെ കുറിച്ച്. അത് നമുക്ക് ജെറമിയ ചാപ്റ്റർ 31 പറയുന്നുണ്ട്, വെൻ ഐ വിൽ മേക്ക് എ ന്യൂ കവനൻറ്റ് വിത്ത് ദ ഹൗസ് ഓഫ് ഇസ്രായേൽ. അന്നേരം ഇന്ന് നമ്മൾ വായിച്ച 9:38 ആ ന്യൂ കവനൻറ്റ് ഒരു ബിഗിനിങ് ആയിരുന്നു. അത് എന്തുമായിരുന്നു? ജെറമിയ 31-33, ദിസ് ഇസ് ദ കവനൻറ്റ് ഐ വിൽ മേക്ക് വിത്ത് ദ ഹൗസ് ഓഫ് ഇസ്രായേൽ ആഫ്റ്റർ ദാറ്റ് ടൈം ഡിക്ലെയർസ് ദ ലോർഡ്, ഐ വിൽ പുട്ട് മൈ ലോ ഇൻ ദെയർ മൈൻഡ്സ് ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദെയർ ഹാർട്ട്സ്. അതിനെ ഞാൻ ജസ്റ്റ് എഴുതി നിങ്ങൾ സീൽ ചെയ്യുമല്ല, ഞാൻ അവരുടെ മനസ്സിൽ അത് വെക്കും, എന്നിട്ട് അവരുടെ ഹൃദയത്തിലും അത് വെക്കും. അന്നേരം നമ്മൾ ഒരു പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ പേപ്പർ എന്ന് വേണേലും കാണാൻ പോവുക, അതിൻ്റെ ഒരു കാലാവധി ഉണ്ട്, അതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൽ എഴുതുന്നതും നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്നതും അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. ഇനി ഇതാരാണ് ഹൃദയത്തിൽ എഴുതി വെക്കുന്നത്? അത് പരിശുദ്ധാത്മാവിന് മാത്രമേ അത് ഹൃദയത്തിൽ എഴുതി വെക്കാൻ സാധ്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയണം. അതാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടത്. ഫ്രം ദി ഓൾഡ് കവനൻറ്റ് ടു ദ ന്യൂ കവനൻറ്റ്. നമ്മളൊക്കെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബിലീവേഴ്സാണ്. നമുക്ക് പഴയ നിയമ കൽപ്പനകളൊന്നും പ്രമാണിക്കേണ്ട ആവശ്യമില്ല, യാഗങ്ങളൊന്നും ആവശ്യമില്ല. കാരണം യേശുക്രിസ്തു നമ്മൾ വിശ്വസിച്ചപ്പോൾ യേശുക്രിസ്തു ഇതെല്ലാം നമുക്ക് വേണ്ടി നിർവഹിച്ചു. എന്നിട്ട് ആ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നമുക്ക് വേണ്ടി ഇതെല്ലാം നിർവഹിച്ചതായിട്ടാണ് മരിച്ചത്. ഇനി ആ കർത്താവിൻ്റെ നീതി നമുക്കുണ്ട്. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചാൽ മതി. കർത്താവിൻ്റെ ഫിനിഷ്ഡ് വർക്ക് ഓൺ ദ ക്രോസ്, സകലവും പൂർത്തിയായി. ആ ലാസ്റ്റ് മൊഴി പറഞ്ഞപ്പോൾ ഇതെല്ലാം പഴയ നിയമത്തിലെല്ലാം അത് നിവർത്തിയായി കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നൗ വി ഡോണ്ട് ഹാവ് ടു ലുക്ക് ബാക്ക്, നൗ വി ഹാവ് ടു ലുക്ക് അഹെഡ്. ന്യൂനെസ് ഇൻ ലൈഫ്, ആത്മാവിൻ്റെ പുതുക്കത്തിലാണ് നമ്മളിനി നടക്കേണ്ടത്. അതെങ്ങനെ ആത്മാവിൻ്റെ പുതുക്കത്തിൽ നടക്കുന്നത്? 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 3:6 പറയുന്നുണ്ട്, ദ ലെറ്റർ കിൽസ് ബട്ട് ദ സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. ലെറ്റർ നമ്മൾ ഈ പഴയ നിയമത്തിൽ നോക്കുന്നതൊക്കെ മരണത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം ന്യായപ്രമാണം നോക്കുന്നത് നല്ലതാണ്. പൗലോസൊക്കെ ന്യായപ്രമാണം നോക്കിയത്, ഫുൾ ന്യായപ്രമാണം നോക്കി യേശു കഴിഞ്ഞാൽ പൗലോസേ ഉള്ളായിരിക്കും. പക്ഷേ പൗലോസ് നോക്കിയാലും പൗലോസ് എന്തോ പറയുന്നത്, അതൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ പാപിയാണ്. അത് ന്യായപ്രമാണം നമുക്ക് മനസ്സിലാക്കി തന്നു, ഞാൻ പാപിയാണ്. പക്ഷേ ഇനി എന്തോ ചെയ്യണം പാപത്തിൽ നിന്ന്. പക്ഷേ അതെനിക്ക് രക്ഷിക്കാൻ എന്നെ തന്നെ പറ്റുന്നില്ല. അതിന് എനിക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. ആ രക്ഷകനാണ് യേശു എന്ന് പൗലോസ് അത് അറിഞ്ഞപ്പോൾ പൗലോസിന് സന്തോഷമാണ്. പൗലോസിൻ്റെ എല്ലാ 13 ലേഖനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയും നമ്മൾ ഈ യേശുവിൽ നമ്മളെങ്ങനെ ഒരു മാനസാന്തരം നമുക്ക് വരും? നമ്മൾ ബോൺ അഗെയിൻ എന്നൊക്കെ പറയും. ഈ ബോൺ അഗെയിൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അതൊരു പെന്തിക്കോസ്റ്റൽ എന്നാന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു സമയമാണ്. പക്ഷേ നമ്മൾ ഈ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തോ? നമ്മൾ വീണ്ടും ജനിക്കുക. നമ്മൾ വീണ്ടും ജനിക്കുന്ന എങ്ങനെ? നമ്മൾ വചനത്താലും ആത്മാവിനാലും മാത്രമാണ് വീണ്ടും ജനിക്കുന്നത്, അല്ലേ? അതാണ് യേശു ശമര്യസ്ത്രീയോട് പറയുന്നത്, നിങ്ങൾ ആത്മാവിനും സത്യത്തിലും നിങ്ങൾ ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെങ്കിൽ ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം. അതാണ് റോമൻസ് ചാപ്റ്റർ 10 അതിൻ്റെ 8 തൊട്ട് വായിക്കുമ്പോൾ, ദ വേർഡ് ഈസ് നിയർ യു, ഇറ്റ് ഈസ് ഇൻ യുവർ മൗത്ത് ആൻഡ് ഇൻ യുവർ ഹാർട്ട്. പഴയ നിയമത്തിൽ വചനം എഴുതി അവരുടെ ന്യായകൽപ്പനയും അതെല്ലാം ഒരു ഇതിലാണെങ്കിൽ സ്ക്രോളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അർത്ഥവുമില്ല. ഇതെവിടെ വേണം? നമ്മുടെ മൗത്ത്, നമ്മൾ വാങ്ങുകൊണ്ട് പറയണം, പിന്നെ നമ്മുടെ ഹൃദയത്തിൽ വരണം. ദാറ്റ് ഈസ് എ വേർഡ് ഓഫ് ഫെയ്ത്ത് വി ആർ പ്രൊക്ലെയിമിങ്. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വാക്ക് നമ്മൾ പ്രസ്താവിക്കണം, നമ്മുടെ വാങ്ങുകൊണ്ട് പ്രസ്താവിക്കണം. നമ്മളൊരു ഉറക്കെ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയണം. കാരണം നമ്മുടെ വായിൽ അത് പരിശുദ്ധാത്മ ഉണ്ടെങ്കിലേ നമുക്ക് ഉറച്ച് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പം ചാപ്റ്റർ 9 വായിച്ചു, ദേ വർ വർഷിപ്പിംഗ് ലൗഡ്ലി. ഉറക്കെ പറയണമെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചാലേ പറ്റത്തുള്ളൂ. മറ്റേ ആളുകളെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ദൈവത്തെയാണ് പ്രസാദിപ്പിക്കേണ്ടത്. ഇനി റോമർ 10:9 എന്തോ പറയുന്നത്,
ദാറ്റ് ഇഫ് യു കൺഫെസ് വിത്ത് യുവർ മൗത്ത് ജീസസ് ഇസ് ലോഡ്, നമ്മൾ വാങ്ങോട്ട് പറയണം യേശു തന്നെ കർത്താവ്, ആൻഡ് ബിലീവ് ഇൻ യുവർ ഹാർട്ട് ദറ്റ് ഗോഡ് റേസ്ഡ് ഹിം ഫ്രം ദ ഡെഡ്, യു വിൽ ബി സേവ്ഡ്. നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണം ദൈവം കർത്താവിനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച്, നമ്മൾ എഴുന്നേൽപ്പിച്ചപ്പോൾ എന്തോ പറ്റി, നമ്മളും മരിച്ചു, നമ്മളും ഇന്ന് കർത്താവിൻ്റെ കൂടെ ജീവിക്കുക. അവിടെ ഒരു പുതിയൊരു ജീവനാണ്. നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ക്രൂശിക്കപ്പെട്ടു, കർത്താവിൻ്റെ കൂടെ നമ്മളും ക്രൂശിക്കപ്പെട്ടു. അത് നമ്മൾ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് ഇനി നമ്മൾ ജീവിക്കുന്ന ആ ജീവൻ്റെ പുതുക്കത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ യേശുവിൽ കൂടെ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ എഫെസ്യൻസ് 1:13 and 14 നോക്കിക്കഴിഞ്ഞാൽ, കാരണം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ടേക്ക് അവേ കൂടുതൽ. കാരണം നമുക്ക് വായിക്കാൻ ഒത്തിരിയൊന്നുമില്ല, കുറേ പേരുടെ പേരായിരുന്നു, അവർ അഗ്രിമെൻറ്റ് ചെയ്തു. പക്ഷേ അഗ്രിമെൻറ്റ് എന്തുവാ? നമ്മൾ പഴയ നിയമത്തിൽ നെഹമ്യ ചെയ്ത അഗ്രിമെൻറ്റ് മാത്രം പഠിച്ചാൽ പോരാ. നമ്മൾ സത്യത്തിൽ എന്തുവാ ഒരു ദൈവത്തിൻ്റെ വിളി എന്തുവാ നമുക്കത് മനസ്സിലാകണം. എഫെസ്യൻസ് ചാപ്റ്റർ 1:13 and 14 ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒരു വ്യത്യാസമാണ്. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ അല്ലെങ്കിൽ ഞങ്ങളെ വിശ്വാസത്തിലേക്ക് വരുവാൻ തന്ന ഒരു വാക്കാണ് ഇത്. എഫെസ്യൻസ് 1:13 and 14 അതിലെഴുതി ഞാൻ ജസ്റ്റ് അതിൻ്റെ കുറച്ച് വേർഡ്സ് എടുക്കുക. അതിൽ വി ഹേർഡ് ദ ഗോസ്പൽ. എന്തുവാ ഗോസ്പൽ? ഗോസ്പൽ ഇസ് എ വേർഡ് ഓഫ് ട്രൂത്ത്. ഈ ഗോസ്പലാണ് റോമൻ 1:16 17 പറയുന്നത്. ആ ഗോസ്പൽ, ആ സുവിശേഷത്തിൽ ഒരു രക്ഷയുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അന്നേരം നമ്മൾ ഈ ഗോസ്പൽ, ദൈവത്തിൻ്റെ വചനം, ആ സത്യവചനം കേട്ടപ്പോൾ അതിനെ റിജക്റ്റ് ചെയ്തില്ല. യഹൂദന്മാർ റിജക്റ്റ് ചെയ്തു, പക്ഷേ നമ്മൾ റിജക്റ്റ് ചെയ്യാതെ അതിനെ തള്ളിക്കളയാൻ നമ്മളതിനെ വിശ്വസിച്ചു. നമ്മൾ എന്തോ വിശ്വസിച്ചു? ഈ സുവിശേഷത്തിൽ ഒരു രക്ഷയുണ്ട്. അന്നേരം നമ്മൾ ആ രക്ഷകനെ കണ്ടറിഞ്ഞു. നമ്മൾ റോമൻ 10:9 പറഞ്ഞു, നമ്മൾ വാങ്ങോണ്ട് ഏറ്റു പറഞ്ഞു, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. അന്നേരം നമ്മൾ എന്തുവായി? നമ്മൾ ദൈവത്തിൻ്റെ വിശ്വാസികൾ. അതാണ് നമ്മളെ വിശ്വാസികൾ എന്ന് പറയുന്നത്. നമ്മൾ ബിലീവേഴ്സ്, നമ്മൾ ഗോഡിൻ്റെ പൊസഷന്, ഗോഡ്സ് ചിൽഡ്രന്. എന്നിട്ട് ആ ബിലീവേഴ്സിനെ അവിടെ സീൽ ചെയ്തിട്ടുണ്ട്. ആ സീൽ ആർക്കും പൊട്ടിക്കാൻ പറ്റത്തില്ല. ഈ സീൽ എന്ന് വെച്ചാൽ വി ബിലോങ് ടു ക്രൈസ്റ്റ്, വി ആർ പെർഫെക്റ്റഡ്. ഈ ആരാ സീൽ ചെയ്ത്? പ്രോമിസ്ഡ് ഹോളി സ്പിരിറ്റ്. നമ്മൾ വിശ്വാസത്തിൽ വരുമ്പോൾ ഉടനെ ആ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരും. ആ പരിശുദ്ധാത്മാവ്, ദ പ്രോമിസ്ഡ് ഹോളി സ്പിരിറ്റ്, അല്ലെ ഇറ്റർണൽ സ്പിരിറ്റ്, നിത്യ ആത്മാവ്, അല്ലെ ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ്, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, ഇത് നമ്മളെ എന്ന് വരെ നമ്മൾ ആ കർത്താവിന് നമുക്ക് തന്നിരിക്കുന്ന ഇൻഹെറിറ്റൻസ്, ആ നിത്യത വരെ എപ്പോഴും നമ്മളെ ഈ സീൽ നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ പിശാച് നമ്മളെ ഏത് കാര്യത്തിൽ രോഗത്താലാണെങ്കിലും സമാധാനം കെടുത്താൻ നോക്കുമ്പോൾ പറയണം, ഇല്ല, ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സീൽ ചെയ്തിരിക്കുകയാണ്, ഗ്യാരണ്ടി ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾക്കൊരു പ്രോമിസ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിക്കരുത്. എഫെസ്യൻസ് 4:30 പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ഹോളി സ്പിരിറ്റ് എന്തോ ചെയ്യും? നമ്മുടെ ഉള്ളിൽ ഈ സീൽ ചെയ്ത് മാത്രമാണോ? ഇല്ല, ഹോളി സ്പിരിറ്റ് നമുക്കൊരു ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് സീലും ചെയ്തു, നമുക്കൊരു ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഗ്യാരണ്ടി എന്തിനാ? നമുക്കൊരു ഇൻഹെറിറ്റൻസ് വെച്ചിട്ടുണ്ട്, നമുക്കൊരു ഇൻഹെറിറ്റൻസ് വെച്ചിട്ടുണ്ട്. അതെവിടെ? എറ്റർണിറ്റി. നമ്മൾ ദൈവത്തിൽ എത്തുന്നിടം വരെ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ ഓരോ ദിവസം ജീവിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ.